ലാലേട്ടന്റെ പടമാണോ എൽ ജി എഫിയുടെ പടമാണോ? വിഷ്വൽസ് നല്ല വിഷ്വൽസ് ആണ്. ആദ്യമായിട്ടാണ് ഒരു ഫിലിമിന്റെ ഫസ്റ്റ് ഷോ കാണുന്നത്. ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മോഹൻലാൽ. അടിപൊളി, നിങ്ങളൊക്കെ കാണൂട്ടോ. ഇത് പ്യൂർലി LJP മാജിക്. നിങ്ങൾ ഫ്രെയിം വൈസ് കാണുമ്പോൾ അറിയാലോ, LJP മധുചേട്ടൻ, മധു നീലകണ്ഠൻ എന്നുള്ള സിനിമോട്ടോഗ്രാഫറും എത്രത്തോളം ഇതിന് യൂസ് ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനിയാണ് നിജം, ഇനി നിജം, ഇനി കാണാൻ പോകണതാണ് നിജം. ഇത് കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നത് നിജം. എന്താ നമ്മൾ മാറി ചിന്തിക്കണം, ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ചിന്തിച്ചിരുന്ന മൂവി കണ്ടാലേ എക്സ്പെക്ടിങ് എല്ലാം മാറിയായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ക്ലാസ് ഉണ്ട്, മാസമുണ്ട്, നമുക്ക് ഒരു ബ്ലഡ് ഫ്ലോ ഓവറായിട്ട് നമുക്കൊരു ബ്ലഡ് ഫ്ലോ ഫീൽ ചെയ്യും. എസ്പെഷ്യലി ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും മൂവിയുടെ ടേൺ ഓവറും ട്വിസ്റ്റ് എല്ലാം നമുക്ക് സീൻസ് എല്ലാം അടിപൊളിയായിട്ട് തോന്നും. വിഷ്വൽസ് നല്ല വിഷ്വൽസ് ആണ്. താങ്ക് യു. ശരത്തെ അടിപൊളി അടിപൊളി സൂപ്പർ. സൂപ്പറാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. നന്നായിട്ട് ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മോഹൻലാൽ. പടം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. ഫൈനൽ സൂപ്പർ. നന്നായിട്ടുണ്ട്. അടിപൊളി, നിങ്ങളൊക്കെ കാണൂട്ടോ. കണ്ടില്ലേ? കാണൂ, കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയനാണ് അറിയേണ്ടത്. ആക്ഷൻ സീക്വൻസ് സൂപ്പറാണ്. നമ്മളങ്ങനെ കാണാത്ത രീതിയിൽ തന്നെയാണ് അത് മേക്ക് ചെയ്തേക്കുന്നത്. ഒരിക്കലും മീൻസ് നേരത്തെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ മേ ബി ഇഷ്യൂ ഉണ്ടാവും. എക്സ്പെക്ട് ചെയ്യാണ്ട് കാണും. അതെ, നമ്മുടെ ഓവർ എക്സ്പെക്ട് ആയിട്ട് വരരുത്. അൺഎക്സ്പെക്ടഡ് സീക്വൻസ് ഉണ്ട്, കഥയിലുള്ള ട്വിസ്റ്റ് എല്ലാം മാറിയാണ് വരുന്നത്. പിന്നെ നമ്മുടെ പഴയൊരു ഹിസ്റ്ററി ഫോക്ലോർ എല്ലാം കൂടെ കയറി വരുന്നുണ്ട്. കളർ കോൺഫിഗറേഷൻ എല്ലാം നല്ലതാണ്. യെല്ലോയും റെഡും എല്ലാം കൂടെ കയറി വരുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ജനർ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒന്നും എക്സ്പെക്ട് ചെയ്ത് വന്നാലേ നമുക്ക് ഈ മൂവിയുടെ ബാക്കപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. ലാലേട്ടന്റെ പടമാണോ എൽ ജി എഫിയുടെ പടമാണോ? കോമ്പോ രണ്ടുപേരെയും നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരുടെ ഹൈലി ഇൻട്രസ്റ്റിംഗ് ആണ്, എന്തൂസിയാസ്റ്റിക് ആണ്. എല്ലാവരും വന്ന് കാണണം. ഒരു ഓഡിയൻസിനൊപ്പം കണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിന്റെ ഫസ്റ്റ് ഷോ കാണുന്നത്. സോ അത് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ കുലുങ്ങായിരുന്നു. സോ ലിജോ സാർ ഇത്രയും വലിയ മാജിക്കിൻ്റെ ഭാഗമായി പറ്റിയതിൽ വളരെയധികം സന്തോഷം. സോ ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാമെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമില്ല. സോ ഒരുപാട് പുതുമുഖങ്ങളെ പരിചയപ്പെടുന്ന ഒരു മൂവി, നല്ല കലാമൂല്യമുള്ളൊരു മൂവി, ഒരുപാട് കാലത്തിന് ശേഷം മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇരുന്നൊന്ന് കാണണം. ഇത്രയും ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ. വളരെ സന്തോഷം. ഇത് നമ്മൾ കുറേ കഷ്ടപ്പാടെന്ന് എല്ലാവരും പറഞ്ഞാണെന്നാൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ കാണുമ്പോൾ, നല്ല രസമായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഉറപ്പല്ലേ? നിങ്ങൾ കണ്ടവരാണോ? LJP മാജിക്, പ്യുവർ LJP മാജിക് അല്ലേ ഇത്? പടം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നൊരു പേസാണ് ഈ പടത്തിനുള്ളത്. ഒരുപാട് മാസം പ്രതീക്ഷ വരരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനത് മുൻപും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും അത് മാത്രമേ പറയാനുള്ളൂ. ഇത് പ്യൂർലി LJP മാജിക്. നിങ്ങൾ ഫ്രെയിം വൈസ് കാണുമ്പോൾ അറിയാലോ, LJP മധുചേട്ടൻ, മധു നീലകണ്ഠൻ എന്നുള്ള സിനിമോട്ടോഗ്രാഫറും എത്രത്തോളം ഇതിന് യൂസ് ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സന്തോഷം. എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ട ഓർമ്മയിലില്ല. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ വന്നോന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ മാസ് പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ കളർ പാറ്റേണും ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആയിട്ടുള്ളൊരു പടം എനിക്കറിയില്ല. ഉണ്ടാവാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ വളരെ സന്തോഷം പടം ഇത്ര തിയേറ്ററിൽ കാണുമ്പോൾ. താങ്ക് യു.